ഇവൻ കുക്കിംഗ് കോമ്പറ്റീഷനിൽ താമരയിലയിൽ റൈസ് പൊതിയുന്നു. അതിനുശേഷം അത് ചെളിയിൽ പൊതിഞ്ഞ് കുക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ആ റൈസിന് താമരയിലയുടെ റിഫ്രഷിംഗ് ഫ്ലേവർ കിട്ടുന്നത് മാത്രമല്ലാതെ ഒരു ചൂയിങ് ടെക്സ്ചറും കിട്ടുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് വായിൽ വെച്ചതും ജഡ്ജസ് ഇംപ്രസ് ആവുന്നു. അതേസമയം ചാങ്ങിന്റെ എതിരാളിയും യൂണിക് ആയ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നു. ആക്ച്വലി അവൻ ജിങ്സങ് റൂട്ട് അടിയിൽ വെച്ച് അതിന് മുകളിലായി റൈസ് വെച്ച് സ്റ്റീം ചെയ്യുന്നു. അതുകൊണ്ട് ഹെർബൽ അരോമയോടൊപ്പം ജിങ്സങ്ങിന്റെ പ്രീമിയം എസൻസും അതിൽ ഫീൽ ചെയ്യുന്നു. അതേസമയം ജഡ്ജസ് ആരും തന്നെ ഇങ്ങനെ ഒരു ഫ്ലേവർ ഫീൽ ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് ആദ്യത്തെ റൗണ്ടിൽ ചാങ്ങിന്റെ എതിരാളി വിൻ ചെയ്തതായി അനൗൺസ് ചെയ്യുന്നു. അടുത്തതായി സെക്കൻഡ് റൗണ്ടിൽ കാർവിംഗ് സ്കിൽസ് ചെയ്ത് കാണിക്കാൻ പറയുന്നു. ഉടനെ തന്നെ ചാങ്ങിന്റെ എതിരാളി ഐസ് യൂസ് ചെയ്ത് ചൈനയുടെ ഏൻഷ്യന്റ് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത് കണ്ട് ഷോക്കാവുന്നു. അതേസമയം ചാങ് വളരെയധികം ബുദ്ധിമുട്ടുള്ള ടോഫു കാർവിംഗ് തെരഞ്ഞെടുക്കുന്നു. അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വെള്ളത്തിനടിയിൽ വെച്ച് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് വിസിബിലിറ്റി കുറവായിരിക്കും. പക്ഷെ ഇതെല്ലാം തരണം ചെയ്ത് ചാങ് പെർഫെക്റ്റ് ആയ ഒരു ശില്പം ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല കുറച്ച് സമയത്തിൽ തന്നെ അതുപോലെ ഒത്തിരി പ്രതിമയുണ്ടാക്കിയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഇംപ്രസ് ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ചാങ്ങിന്റെ വൈഫിന് സുഖമില്ലെന്ന് പറഞ്ഞ കോൾ വരുന്നു. ഉടനെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ചാങ് നിൽക്കുമ്പോൾ അയാൾ സെക്കൻഡ് റൗണ്ടിൽ വിൻ ചെയ്തതായി അനൗൺസ് ചെയ്യുന്നു. വേറെ വഴിയില്ലാതെ ചാങ് കോമ്പറ്റീഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അയാളുടെ എതിരാളി വേഗത്തിൽ ഡിഷ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാങ്ങിന് ഫോക്കസ് ചെയ്യാനേ സാധിക്കുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ചാങ്ങിന്റെ എതിരാളി ഡിഷ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതേസമയം അപ്പോഴും അനങ്ങാതെ തന്നെ നിന്ന ചാങ് വേഗം തന്നെ എല്ലാം എടുത്തുകൊണ്ട് ആ സ്ഥലത്ത് നിന്നും പോകുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ അയാളുടെ വൈഫ് അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അയാൾ ചെയ്ത കാര്യത്തിന് മനസ്സ് തകർന്നവൾ എല്ലാം കഴിഞ്ഞെന്ന് ലെറ്റർ എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് പോയിരിക്കുന്നു. അതുകൊണ്ട് മനസ്സ് തകർന്ന ചാങ് അയാളുടെ ടൂൾ ബോക്സ് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവിടേക്ക് വന്ന ചാങ്ങിന്റെ എതിരാളിക്ക് ആ ലെറ്റർ കണ്ടപ്പോൾ തന്നെ എന്താണ് നടന്നതെന്ന് മനസ്സിലാവുന്നു. പക്ഷെ അന്ന് മുതൽ വർഷങ്ങളോളം അവൻ ചാങ്ങിനെ കണ്ടിട്ടേയില്ല. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ചാങ് തന്റെ കരിയർ നഷ്ടമാക്കി മദ്യപാനിയായി മാറി മോശമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ട് ഷോക്കായ ചാങ്ങിന്റെ എതിരാളി തന്റെ ആളുകളെ വെച്ച് ചാങ്ങിന്റെ വൈഫ് എവിടെയാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഒരു ഘട്ടത്തിൽ അവളെ കണ്ടുപിടിച്ച് ഒരു കള്ളം പറഞ്ഞ് ചാങ്ങുമായി മീറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ ചാങ്ങിന്റെ അവസ്ഥ കണ്ടതും ചാങ്ങിന് അവൾ എത്രത്തോളം പ്രധാനമായിരുന്നെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അതിനുശേഷം ചാങ്ങിന്റെ എതിരാളി ഒരു ഡിഷ് ഉണ്ടാക്കി രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി കഴിപ്പിക്കുന്നു. അപ്പോൾ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചവർ വീണ്ടും ഒന്നിക്കുന്നു.